അസ്സലാമലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയ കൂട്ടുകാരെ, രക്ഷിതാക്കളെ, പുന്നാരപ്പൂനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഞാൻ ഒരു കഥ പറയാം. കാരുണ്യത്തിന്റെ കഥ. ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തോട്ടത്തിൽ ചെന്നതായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഒട്ടകം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് കരയാൻ തുടങ്ങി. അവിടുന്ന് മൃഗത്തിന്റെ സമീപത്തെത്തി അതിന്റെ പുറത്തു തലോടി ചെവിക്ക് പിന്നിലായി തടവി. ഒട്ടകം കരച്ചിൽ നിറച്ച് അതിന് എന്തോ പറയാൻ ഉണ്ടായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെവി അതിന്റെ ചുണ്ടോടടുപ്പിച്ചു. അതിന്റെ പരാതി കേട്ടു. ഉടമയെ അന്വേഷിച്ചു. അയാൾ ഓടി വന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ മൃഗം എന്നോട് പരാതി പറഞ്ഞു. നിങ്ങൾ അതിനെ പട്ടിണിക്കിടുന്നു, അമിതമായി ജോലി ചെയ്യിപ്പിക്കുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെ ഗൗരവം കണ്ട് അദ്ദേഹം തല താഴ്ത്തി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചു, ഈ ഒട്ടകത്തെ നിങ്ങൾക്ക് എവിടേക്ക് തന്നത് അള്ളാഹുവാണ്. അതിന്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹു തആലയെ ഭയപ്പെടണം. കാരുണ്യം ചെയ്യുന്നവർക്ക് മാത്രമേ അള്ളാഹു തആല കരുണ ചെയ്യുകയുള്ളൂ. ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുക, എങ്കിൽ അള്ളാഹു തആല നിങ്ങൾക്ക് കരുണ ചെയ്യും. വൃദ്ധരോടും കുട്ടികളോടും കരുണ വേണം. മൃഗങ്ങളോടും പക്ഷികളോടും ദയ കാണിക്കണം. എല്ലാവരോടും കാരുണ്യം വേണം. നമ്മെ എല്ലാവരെയും നാഥൻ കരുണ ഉള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിബറകത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.